ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ്. മൈക്കിളിൻ്റെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ഗൈസ്. നമ്മളിന്ന് റെഡിങ്ങിന് പോകുന്നു ഗൈസ്. നോക്കാം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കേട്ടോ, മൂവിക്ക് പോവാണോ ഗൈസ്? മൂവിക്ക് പോയിട്ട് തിയേറ്ററിൽ എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ല. നമ്മളതിൽ അങ്ങ് പോവാണ്. 2 ടിക്കറ്റേ ഉള്ളൂ. 3ാമത്തെ ടിക്കറ്റ് വേണോ വേണ്ടോ എന്നറിയില്ല. 12A ആണെന്നാണ് ഇവിടുത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത്. സോ കൊച്ചിനെ അലൗ ചെയ്യും. ഓൾദോ 3 വയസ്സിൽ താഴെ ആയതുകൊണ്ട് ടിക്കറ്റ് വേണോ ഐ എം നോട്ട് ഷുവർ. എനിവേസ് 2 ടിക്കറ്റേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിക്കാം ഗൈസ്, ടിക്കറ്റ് വേണോ വേണ്ടെന്ന്. കയറിയാലും ഇവരെങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. അതായത് നമുക്ക് ഇന്നത്തെ എക്സ്പീരിയൻസ് മൂവി. ടിക്കറ്റ് എടുത്തു ഗൈസ്, ടു റെഡിങ് ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിങ്ങിലെത്തി. ഇനിയും തിയേറ്ററിലോട്ട് പോവുകയാണ്. ബട്ട് നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ചെറിയ നേരം എക്സ്പ്ലോർ ചെയ്യാൻ നോർത്തു ഗൈസ്. റെഡി പേടിച്ചിട്ടാണ് ആരെ ഫുൾ ക്രിസ്മസ് മയമാണ് ഗൈസ്. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കാണുള്ളൂ. അതിനുള്ളിൽ ഇതെല്ലാം ഊരും. അപ്പോൾ ഇപ്പോൾ ആദായ വിൽപ്പനയാണ്. ഇപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഫുൾ ആദായ വിൽപ്പന എല്ലാം റെഡ്യൂസ്ഡ് പ്രൈസിലും ഒക്കെയാണ് വിൽക്കുന്നത്. കാരണം വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുമല്ലോ ക്രിസ്മസ് കഴിഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ ഇത് ഫുൾ ക്രിസ്മസ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ആസ് യു ക്യാൻ സി, എൻ്റെ ഹോളിഡേയ്സ് ആറായതുകൊണ്ടും ന്യൂ ഇയർ ആറായതുകൊണ്ടും ആളെല്ലാം കുറഞ്ഞു, കടകളെല്ലാം ഒഴിഞ്ഞു. സോ ലാസ്റ്റ് ഘട്ടമാണ് ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്താണ് കടകളിലെല്ലാം സെയിലും ഓഫേഴ്സും ഒക്കെ നടക്കുന്ന സമയമാണ്. കാരണം ഇയർ എൻഡിന് മുന്നേ പരിപാടികളെല്ലാം വൈൻഡപ്പ് ചെയ്യാനും സെയിൽ റാപ്പപ്പ് ചെയ്യാനും സെയിൽസ് കൂട്ടാനും ഒക്കെ ഉള്ള ഓരോ സ്ട്രാറ്റജീസാണ് ഗൈസ്. സ്റ്റോക്ക് ക്ലിയറൻസ് ഗൈസ്. ഒരു കടയിൽ കയറിയതാണ്. സെയിലായതുകൊണ്ട് മുടിഞ്ഞ ആളാണ് ഇവിടെ. രക്ഷയില്ല. ഇയർ എൻഡും ബോക്സിംഗ് ഡേ ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഫുൾ തിരക്കാണ് ഗൈസ്. സമയം കൊല്ലിയായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പം മൂവി ടൈം ആവുന്നേ ഉള്ളൂ. സോ ഗൈസ്, നമ്മൾ തിയേറ്ററിലോട്ട് കയറാൻ പോകണം ഗൈസ്. നമ്മുടെ സിനിമയുടെ ടൈം ആവുന്നു. സോ വി ആർ ഗോയിങ് ഹെഡ് ഇൻ ടു ദ തിയേറ്റർ. അപ്പോൾ ഒറക്കൽ മോൾ റെഡിങ്ങിലുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലോ മറ്റോ ആണ് വ്യൂ. സോ അവിടെയാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഒറക്കൽ മോളിൻ്റെ ബാക്ക് സൈഡ് എത്തി. ഇവിടെ കോൾഡാസ് റിവർ സൈഡ്. അപ്പോൾ അവിടെയാണ് വ്യൂ സിനിമാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഗൈസ്. ലെറ്റ്സ് സീ. ചെറുക്കനിപ്പോഴേ ക്രാങ്കിയാണ്ട് ഞെരുക്കമാണ്. സോ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പം എങ്ങനെ വരും എന്താവും എന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ലെറ്റ്സ് സീ. കരച്ചിലാണെങ്കിൽ മെറിനും കൊച്ചുകൂടെ വീട്ടിൽ പോകുന്ന പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മൈക്കിൾ അടങ്ങിയിരിക്കണം കേട്ടോ. ഇങ്ങോട്ട് വന്നേ. ഇപ്പോഴേ തുടങ്ങാതെ വാ. ഇങ്ങോട്ട് വരാൻ. ടിക്കറ്റ് എടുത്തു ഗൈസ്. ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. ബിലോ 2 ആണേലേ ടിക്കറ്റ് എടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേട്ടോ, അടങ്ങിയിരിക്കുമോ? ടിക്കറ്റൊക്കെ എടുത്തു. അടങ്ങിയിരിക്കണേ കേട്ടോ. അടങ്ങിയിരിക്കാമോ ഗൈസ്? അപ്പോൾ നമ്മൾ തിയേറ്ററിലോട്ട് സ്ക്രീനിലോട്ട് കയറണം. ദറ്റ്സ് എ സ്മോൾ ക്യൂ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പോൾ നമ്മുടെ ടൈം ആവുന്നേ ഉള്ളൂ.
നമ്മുടെ ടൈം ആകുന്നേ ഉള്ളൂ. ഇപ്പം ഇനിയും 20-30 മിനിറ്റ്സ് കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് സി, പോയി ചോദിച്ചു നോക്കാം കയറ്റുമെന്ന്. നേരത്തെ കയറുവാണെങ്കിൽ ഹസിൽ ഫ്രീ ആയിട്ട് കയറിയിരിക്കുക, നല്ല ചടങ്ങാണ്. സോ നമ്മൾ കയറാൻ പോകുന്നു ഗൈസ്. അടങ്ങിയിരിക്കണേ ഗൈസ്, തിയേറ്ററിൽ കയറി ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ സർവമായ എന്ന് പറഞ്ഞ പടത്തിനാണ് കയറിയിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി വിംബോളിയുടെ കംബാക്ക് തന്നെയാണോ എന്ന് നോക്കാം ഗൈസ്. അടങ്ങിയിരിക്കണേ. ഇപ്പോഴേ തുടങ്ങിയോ? സിനിമ പൂർത്തീകരിക്കാൻ സാധിക്കണം കേട്ടോ. പിടിച്ച് വീട്ടിലെ ചോറും പോലെ അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നിരുന്നെങ്കിൽ മൈക്കിൾ ഹാഫ് ടൈം ആറായപ്പോഴത്തേന് കാർച്ചൻ കൂച്ചൻ തുടങ്ങി. ഇനി അടുത്ത ഹാഫ് ടൈമോടെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചിരിക്കണം. ഗൈസ്, സിനിമ അകത്ത് നടക്കുകയാണ്. നമുക്കൊരു രക്ഷയില്ല. ചെറുക്കൻ സമ്മതിക്കുന്നില്ല. ഹാഫ് ടൈം വരെ കാണാൻ പറ്റുള്ളൂ ഗൈസ്. ഇനി എങ്ങനെയെങ്കിലും കുറച്ച് നേരം കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. നടക്കുമെന്നറിയില്ല ഗൈസ്. Did you like the movie? എവിടെ നിന്ന് ലൈക്ക് ചെയ്യാനാ അല്ലേ? ഒന്നും കണ്ടില്ലല്ലോ. എല്ലാം കണ്ടോ? പാട്ടും ഡാൻസും വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചിരിക്കും അല്ലേ മൈക്കിൾ? മിനി സൈസിലുള്ള തിയേറ്ററായിരുന്നു ഗൈസ്. മൈക്കിളിൻ്റെ സൈസിലുള്ള തിയേറ്ററായിരുന്നു, സ്മോൾ തിയേറ്റർ ഗൈസ്. അങ്ങനെ മൂവി കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു മൂവി. ഒരു സട്ടിലായിട്ട് പോകുന്ന മൂവിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് അധികം അല്ലേ മൈക്കിൾ അല്ലേ? അങ്ങനെ വലിയ ജംപ് സ്കെയർസോ പൊട്ടിത്തെറിയോ ഒന്നുമില്ല. ഒരു നോർമൽ മൂവി, ഫീൽ ഗുഡ് മൂവി. അതിൻ്റെ അകത്ത് നിന്നോടൻ ദൈവമേ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു അക്കുസ്റ്റിക് അല്ലെ ഒരു കോറസ് കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൈക്കിൾ പാട്ടും ഡാൻസും മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ അല്ലേ മൈക്കിൾ അല്ലേ? പാട്ടും ഡാൻസും മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ബട്ട് ഓവറോൾ ഫീൽ ഗുഡ് മൂവി, നൈസ്. നൗ ഞങ്ങൾ ഇനിയും 2 ദോശ കഴിക്കാൻ പോവാണ് ഗൈസ്. ദോശ കഴിച്ചിട്ട് വിൽ ഹെഡ് ഹോം. കഴിഞ്ഞ റെഡിങ് വീതിയിലൂടെ ഞങ്ങളതാ ദോശക്കടയിൽ പോവുകയാണ് ഗൈസ്. ദോശക്കട തപ്പിയുള്ള ഉദ്യമത്തിലാണ് നമ്മൾ. മൈക്കിൾ ദോശ കഴിക്കുന്നോ മൈക്കിൾ? മൈക്കിൾ അത് കഴിച്ചത് മതി. Can you stop that? ഫുഡെല്ലാം വന്നു. മുമ്പേ കഴിക്കാൻ തോന്നുന്നു ഗേസ്. മൈക്കിൾ ഉറങ്ങാണ്. അപ്പോൾ എണീക്കുന്നതിന് മുന്നേ സാവകാശത്തിൽ കഴിക്കാം, അതാണ് ഉദ്ദേശം. ഭട്ടൂര ഉണ്ട്, ദോശയുണ്ട്, ലസ്സിയുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ മൂവി നൈറ്റ് വാസ് ഫണ്ണിൻ്റെ മെയിൻ എലമെൻറ്റ് മൈക്കിൾ. മൂവി കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ അതെ, സിമിലർ ജോണർ പടങ്ങളൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ അതെ, പക്ഷേ ചേഞ്ചസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ വലിയ അതെ, പുള്ളിക്കാരി ഗോസ്റ്റായിട്ട് അഭിനയിച്ച ഡെലുലു കൊള്ളായിരുന്നു. അങ്ങനെ വേറെ സെറ്റപ്പുകളൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഫീൽ ഗുഡ് മൂവി, ദാറ്റ്സ് ഇറ്റ്. സോ എനിവേസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിവിൻ പോളിക്ക് കംബാക്ക് എന്ന് പറയാനും മാത്രമുള്ള അഭിനയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അങ്ങനെ പ്രത്യേകിച്ച്
അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ പടത്തിലില്ല. അതെ, പുള്ളിക്കൊരു പീസ് ഓഫ് കേക്ക് പോലെ ഉള്ള ഒരു പടമായിരുന്നു. സോ എനിവേസ് കണ്ടിരിക്കാം. അതെ, മൈക്കിളിനെയൊക്കെ കൊണ്ടുപോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ജംപ് സ്കേഴ്സോ ഡബിൾ മീനിങ്ങോ അല്ല എന്തുവാ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സാധനമോ അങ്ങനത്തെ ഒന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. എനിവേസ് അതെ, അങ്ങനത്തെ പടമാണ്. ഇനിയിപ്പം നിവിൻ പോളിയുടെ ഇങ്ങനത്തെ പടങ്ങൾ ഇനിയും വരട്ടെ, ഹോപ്പ്ഫുള്ളി. സോ എനിവേസ് നമ്മളിനിയും വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നമ്മളൊരു ചെറിയ ദോശയടിയൊക്കെ കഴിഞ്ഞു നമ്മളിനിയും വി ആർ ഗോയിങ് ഹോം. ദാറ്റ്സ് ദ പ്ലാൻ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. സിനിമ മൂവി നൈറ്റ് കഴിഞ്ഞു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പം പുതിയൊരു പരിപാടിയായിട്ട് വരുന്നിടം വരേക്കും. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ, ചാओ.